ഡോക്ടർ ജി വി ഹരി, ഈ സുഗതൻ ഒരു ജനപ്രതിനിധിയാണ് അല്ലേ? സ്വാഭാവികമായും ആ ഒരു ജനപ്രതിനിധിയെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. സുഗതൻ എന്നല്ല, ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഒരു സാധാരണക്കാരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും പോലീസ് പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലേ? ആ മര്യാദകളൊക്കെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? നോക്കൂ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത ശേഷം കേരള പോലീസ് ആദ്യമായിട്ട് തോക്കെടുക്കുന്നു. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. മാത്രമല്ല, ആഭ്യന്തരമന്ത്രി തോക്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചിരിക്കുകയാണ്. അതേ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എൻ്റെ ചോദ്യം, അങ്ങനെ തോക്കെടുത്ത് വെടിവെക്കാൻ മാത്രമുള്ള ഒരു സംഘർഷാവസ്ഥ, ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു? അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാപ്പ അല്ലെങ്കിൽ കേരള പ്രിവെൻഷൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 2007 പാസ്സാക്കിയിട്ടുള്ള ഈ ആക്ട് പ്രധാനമായിട്ടും ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്കെതിരെ ചുമത്തുന്ന സ്ഥിരം കുറ്റവാളികൾക്ക് എതിരായിട്ട് ചുമത്തുന്ന ഒരു നിയമമാണ്. അപ്പോൾ അത് അതിനൊരു കാറ്റഗറി ഉണ്ട്. അതിനകത്തൊരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്ന ചുമ്മാ ഒരു ആൾക്ക്, അല്ലെങ്കിൽ ഇത് പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, മജിസ്ട്രേറ്റാണ് അയാളെ കാപ്പ പ്രതിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിപ്പോൾ എനിക്കെതിരെയോ അല്ലെങ്കിൽ താങ്കൾക്കെതിരെയോ ഒന്നും അങ്ങനെ, അല്ലെങ്കിൽ പൊതുരംഗത്ത് നിൽക്കുന്നവർക്കെതിരെയൊന്നും അങ്ങനെ കാപ്പ പ്രതിയാക്കി കുറ്റം ചുമത്താനായിട്ട് കഴിയില്ല. അത് കഴിയുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു റിപ്പിറ്റേറ്റീവായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് മാറുമ്പോഴാണ്. അപ്പോൾ ഈ പറയുന്ന ആർ സുഗതൻ, തിരുവനന്തപുരത്തെ BJPയുടെ വാഴോട്ടുകോണത്തു നിന്നുള്ള കൗൺസിലർ, അദ്ദേഹത്തിനെതിരെ വധശ്രമമടക്കം 308 അടക്കം ഉള്ള വകുപ്പുകൾ നേരത്തെ തന്നെ ചുമത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആർ പ്രശാന്ത് MLA തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ഞാൻ മനസ്സിലാക്കുന്നത് 9ഓളം കേസുകൾ അദ്ദേഹത്തിനുണ്ട്. അതിലൊരു കേസിൽ കോടതിയിൽ അദ്ദേഹത്തിന് ജാമ്യത്തിന് അദ്ദേഹം മൂവ് ചെയ്തു. കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യം ഡിനൈ ചെയ്തു. അപ്പം നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ, ആരോ ആയിക്കോട്ടെ, ഒരു പൊതുപ്രവർത്തകനോ MLA യോ മന്ത്രിയോ ആയിക്കോട്ടെ, നിയമമെന്ന് പറയുന്നത് എനിക്കോ അല്ലെങ്കിൽ അനിൽ നമ്പ്യാർക്കോ അല്ലെങ്കിൽ സുഗതനോ മാത്രം പ്രത്യേകിച്ച് താല്പര്യം അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു അതിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു പ്രത്യേക പരിഗണനയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം നിരന്തരമായി ഇയാൾ ആളുകളെ ആക്രമിക്കുക, നിരന്തരമായി കേസുകളിൽ ഏർപ്പെടുക. അപ്പോൾ അതൊരു രാഷ്ട്രീയ കേസുകളല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ജനപ്രതിനിധിയായിട്ട് ഞാൻ വരുന്നത് പറയാം. ക്രിമിനൽ ആണെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് അയാൾ ആവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക? അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. IP ബിനുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. IP ബിനു അകത്താണ്. ഈ IP ബിനു കേരള ആരായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. അനിലിനെ അറിയാത്ത ആളല്ല. IP ബിനുവിൻ്റെ പശ്ചാത്തലം എന്താണ്? IP ബിനു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് വളരെ സിമ്പിളാണ്. അവർ CPMൻ്റെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു സ്ഥലമാണ്, ശക്തി കേന്ദ്രമാണ്. അവിടെ ആരെ നിർത്തിയാലും ജയിപ്പിച്ചെടുക്കാം. വാഴോട്ടുകോണം എന്ന് പറയുന്നത് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ശക്തി കേന്ദ്രത്തിൽ നിങ്ങൾ ആരെ നിർത്തി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ ജയിക്കും. അത് മാത്രമല്ല, അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പശ്ചാത്തലമുള്ള ഒരാൾക്ക് BJP സീറ്റ് കൊടുക്കുമോ? അതാണ് എനിക്കറിയാത്തത്. അതൊക്കെ തന്തു പറയേണ്ടതാണ്, എന്തുകൊണ്ട് സീറ്റ് കൊടുത്തു എന്നൊക്കെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അയാൾക്ക് എങ്ങനെ സീറ്റ് കിട്ടിയതാണ് ഇത്രയും ഒരു പ്രധാനപ്പെട്ട 8-7 കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ. അതൊന്നും രാഷ്ട്രീയ കേസുകളൊന്നുമല്ല. ഇപ്പം എനിക്കെതിരെ കേസുണ്ടായിട്ടുണ്ട്, ഞങ്ങളൊക്കെ പോയി ജാമ്യം കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള കേസുകളല്ല. ഇപ്പോൾ BJPയുടെ ഒരുപാട് നേതാക്കന്മാർക്ക് കേസുകളുണ്ട്. ഇതങ്ങനെയല്ല. വധശ്രമം 307 അടക്കമുള്ള വലിയ വകുപ്പുകൾക്കെതിരായിട്ടാണ്. അങ്ങനെ ചുമ്മാ ഒരാൾക്കെതിരെ വകുപ്പൊന്നും ഇടാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നിരന്തരമായി കഴിഞ്ഞപ്പോൾ ഇതാരാ പ്രഖ്യാപിച്ചത്? തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് ഇയാളെ കാപ്പ പ്രതിയായിട്ട് 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇയാളോട് കീഴടങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾക്ക് വന്ന് കീഴടങ്ങാനായിട്ട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അയാൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങില്ല. സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോടതി ഒരു ബെയിൽ ഡിനൈ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്.
അത് അറസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ അല്ല, ഉള്ളപ്പോൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാറുണ്ടോ കേരള അല്ല പോലീസ്? ഞാൻ അത് സെക്കൻഡ് അല്ല, അതാണ് അതിനാ മറുപടി പറയേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാത്രി അത് അർദ്ധരാത്രി പറയുന്നതിന് എനിക്ക് വീട് പ്രയാസമില്ല. വളഞ്ഞ് അത് ഏത് പിന്നെ കേസിലാണെന്ന് തോക്ക് പറഞ്ഞാൽ ഏത് കേസിലാണെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പറയാം. തോക്കിൻ മുനയിൽ ഇങ്ങനെ നിർത്തി എല്ലാവരെയും ആ കുട്ടികളെ ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. നിർത്തി. അതാ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് സ്പെസിഫിക് ആയിട്ടാണ് പറ. ബി ജെ പിയുടെ കൗൺസിലർ മാത്രമാകുമ്പോൾ എന്താ ഇത്ര ആവേശം കേരള പോലീസിന്? ആവേശമില്ല. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അവിടെ വെച്ച് പിന്നെ വെടിപൊട്ടിച്ചല്ലോ. പിന്നെ ഒരാഴ്ച മുമ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിന് മുന്നിൽ തടിച്ചുകൂടിയില്ലേ? എത്ര പേരാ? 500 പേര് തടിച്ചുകൂടിയില്ലേ? അല്ലേ? അവിടെ ഭീകരാന്തരീക്ഷം ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു കേരള പോലീസ്? രണ്ട് വിഷയമായിട്ട് എങ്ങനെയാ രണ്ട് വിഷയമാവുന്നത്? പറയാം. അവിടെ ഇ ഡി ഉദ്യോഗസ്ഥരെ കൊല്ലാൻ വേണ്ടി നിൽക്കായിരുന്നില്ലേ? പുറത്ത് ഇറങ്ങാൻ സമ്മതിക്കില്ല, പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നില്ലേ? അന്നെന്താ കേരള പോലീസിന്റെ കയ്യിൽ തോക്കില്ലായിരുന്നോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ സാഹചര്യവും രണ്ടും രണ്ടാണ്. രണ്ടും രണ്ടാണ്. അതിപ്പോൾ അനിൽ നമ്പ്യാർ അല്ലെന്ന് പറഞ്ഞാൽ അല്ലാതാവില്ല. ഞാൻ പറയാനുള്ള കാര്യം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ കയ്യിൽ പോക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കൊണ്ടുകിടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആവശ്യമുള്ള ഉപയോഗപ്പെടുത്താനാണ്. അത് ആരുടെയും നേരെ ചൂണ്ടി വെടിവെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണെന്നാണ്. നമുക്ക് എത്രയോ തവണ ഇവിടെ വലിയ കേസുകളിൽ വെടിവെപ്പടക്കം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ചരിത്രങ്ങളൊക്കെ അറിയാമല്ലോ, കൂത്തുപറമ്പടക്കമുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ചാണ്. അപ്പം അക്രമാസക്തമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ, അത് വലിയ ജനക്കൂട്ടമൊന്നുമില്ല അവിടെ. ഈ ജനക്കൂട്ടം ഞാൻ മനസ്സിലാക്കി വാഴോട്ട് കോണത്തുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ ഇയാളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ള ആളുകളെ അവരെ പോലീസിനെ ആക്രമിക്കാൻ വിടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആത്മരക്ഷാർത്ഥം പോലീസ് ആകാശത്തേക്ക് വെടിവെക്കണം തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വെടിവെച്ച് അതിനെ അവരുടെ നിയമം കയ്യിലെടുക്കാൻ, അതാണ് ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇനി നിങ്ങൾ എത്ര വലിയ നേതാവാണെങ്കിൽ, കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ഗുണ്ടകളൊക്കെ ഒരുപാട് വിലസിയിട്ടുണ്ട്. ഇനി അങ്ങനെ വിലസാനൊന്നും കഴിയില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ ഞാൻ ഒരു ലിസ്റ്റ് അങ്ങോട്ട് തരാം. കാപ്പ ചുമത്തിയിട്ടുള്ള എങ്ങനെയാണ് കൈകാര്യം ചെയ്തെന്നുള്ളതൊക്കെ ഞാൻ ഒരു പട്ടിക അങ്ങോട്ട് തരാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴും ഈ ഒളിവില് വലിയ മാന്യന്മാരായിട്ടും മഹാന്മാരായിട്ടും നടക്കുന്ന കുറെ പേരുണ്ട്. അവരെയും കൂടെ കേരള പോലീസ് പോക്കണം. ലിസ്റ്റ് തരാം. കേരള പോലീസ് ആർജവം കാണിക്കുമെന്ന്. അല്ല ഇതിന് കാപ്പ പ്രതിയായിട്ട് അയാളെ പ്രഖ്യാപിക്കണം, ഡിക്ലെയർ ചെയ്യണം. അയാൾക്കെതിരെ അത് ചുമത്തണം. ആ വകുപ്പ് ചുമത്താൻ പോലീസ് അല്ല ചുമത്തേണ്ടത്. അല്ല, ആ റെക്കോർഡുണ്ടോ? ആ റെക്കോർഡുണ്ടല്ലോ. എവിടെ? എന്തിനുള്ള റെക്കോർഡാണ്? കാപ്പ ഇപ്പോഴും ചോദിക്കുന്നതാണ്. കാപ്പ ചുമത്തിയതായിട്ടുള്ള ജില്ലാ കളക്ടർ ഒഫീഷ്യലായിട്ടുള്ള ഒരു നോട്ടുണ്ടോ? അല്ല, ഉണ്ടെന്ന്. അതല്ലാതെ പോലീസ് നമ്മുടെ കൈ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പോലീസിന് അത് കൊടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ജില്ലാ കളക്ടർ അനുകുമാരി 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇയാളെ കാപ്പ പ്രതി അല്ലെങ്കിൽ കാപ്പ ഇയാളുടെ പേരിൽ ചുമത്തി. അങ്ങനെ ചുമത്തിയിട്ടുള്ള 2-3 പേരുണ്ട്. ഒന്ന് നമുക്കറിയാം, ഓം പ്രകാശിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? ഓം പ്രകാശിനെ കാപ്പ ചുമത്തിയപ്പോൾ പോലീസ് ഇതേ രൂപത്തിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തില്ലേ? ഞാൻ ചോദിച്ചത് അന്ന് വെടിപൊട്ടിച്ചിരുന്നോ? അല്ല, ഞാൻ സാഹചര്യങ്ങൾ നോക്കണം. എപ്പോഴും വെടിവെട്ടി ചോദിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് പോയി ഇതുപോലുള്ള കുപ്രസിദ്ധ ഗുണ്ടകളെ കാണുമ്പോൾ തൊഴുതു നിൽക്കും. നിങ്ങൾക്കറിയാലോ, ഗുണ്ടകളുമായിട്ട് ഇവിടെ രാത്രി ഇരുന്ന് കള്ളു കുടിച്ച പോലീസുകാർ, പിന്നെ അതൊരു വാർത്തയായ സമയത്തല്ലേ അവരെയൊക്കെ സസ്പെൻഡ് ചെയ്ത് ഇപ്പൊ തിരിച്ചെടുത്തിട്ടുണ്ട്. ഗുണ്ട പോലീസ് നെക്സസിനെ കുറിച്ച് ഞാൻ പറയാതെ ഡോക്ടർ GV ഹരിക്ക് അറിയാലോ. ഞങ്ങൾ ഭരിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഗുണ്ടകളെ കാണുമ്പോൾ കവാത്ത് മറക്കും കേരള പോലീസ്. അല്ല, കേരള പോലീസിൽ അവിടെ എൻ്റെ തലപ്പത്തായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരെന്നുള്ളതാണ്. ഞങ്ങൾ ഇത് ഭരിച്ചപ്പോൾ, പിണറായി വിജയൻ 10 കൊല്ലം ഭരിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങനെ പലതും നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം നല്ലത്. ഇവിടെ നിലവിൽ ഇപ്പോൾ എനിക്കെതിരായിട്ടാണെങ്കിലും അത് നന്ദുവിനെതിരായിട്ടാണെങ്കിലും കാപ്പ ചുമത്തിയാൽ അത് ചുമത്തുന്നത് പോലീസല്ല. അത് മനസ്സിലാക്കുക. അത് ഒരു കേസിൽ എനിക്കെതിരായിട്ടോ നന്ദുവിനെതിരായിട്ടോ അല്ലെങ്കിൽ അനിൽ നമ്പ്യാർക്കെതിരായിട്ടോ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ അല്ലാതെ അനുകുമാരി ഇറങ്ങി കണ്ടുപിടിക്കുന്നതല്ലോ. പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ട് കൊടുത്തത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആരോപിച്ചു. അതിപ്പോൾ ഞങ്ങളിപ്പോൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇയാളുടെ പേരിൽ 8 കേസുകളുണ്ടായിരുന്നു. ഞങ്ങളിവിടെ അധികാരത്തിൽ വന്നിട്ട് എത്ര ദിവസമായി? 15 ദിവസമായി. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് 15ഓ 16ഓ ദിവസമായപ്പോഴേ എന്ത് രാഷ്ട്രീയ, ഞങ്ങൾക്ക് എന്താണ് സുഗതനോട് ഞങ്ങൾക്ക് എന്താ വിരോധം? ഞങ്ങൾക്കൊരു വിരോധമില്ല സുഗതനോട്. ഞങ്ങൾ നിയമം പാലിക്കാൻ ശ്രമിക്കും. സുഗതനോട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിലും CPM പറഞ്ഞപ്പോൾ ഞാനൊരൊറ്റ കാര്യം, അല്ല തമാശയൊന്നുമല്ല, ഹരിപ്പാട് എന്താ നടന്നേ? DYFIക്കാർ പോലീസിൻ്റെ പെർമിഷൻ ഇല്ലാതെ, അനുമതി ഇല്ലാതെ ഒരു ജാഥ നടത്തി. ആ ജാഥ തടഞ്ഞ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയില്ലേ? നിങ്ങൾക്ക് വിധേയത്വമാണ് CPMനോട്. ഭരണം മാറി, പക്ഷേ നിങ്ങൾക്ക് വിധേയത്വമാണ് CPMനോട്. അല്ലാതെ ഹരിപ്പാട് CPMകാരുടെ വോട്ട് കിട്ടി രമേശ് ചെന്നിത്തല ജയിച്ചതുകൊണ്ട് ആണോ
അങ്ങനെ സ്ഥലം മാറ്റിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ നിയമം നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനാണ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതല്ല. എന്തുകൊണ്ടാണ് അയാളെ സ്ഥലം മാറ്റിയത്? അപ്പോൾ അതൊരു മറ്റൊരു സംഭവമാണ് താങ്കൾ ചോദിപ്പിക്കുന്നത്. ഇതിനകത്തൊരു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, 20 ദിവസമേ ആയിട്ടുള്ളൂ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട്. പഴയ പോലീസ് തന്നെയാണ്. പഴയ പോലീസ് എന്ന് പറഞ്ഞാൽ തലപ്പത്തിരിക്കുന്നവരെല്ലാം പഴയ CPMൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ് എല്ലാവരും തലപ്പത്തിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള പോലീസിനകത്ത് ഇപ്പം IAS തലങ്ങളിൽ വലിയ സമഗ്രമായിട്ടുള്ള മാറ്റമുണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ വ്യത്യാസം ഞങ്ങളുടെ നയത്തിനനുസരിച്ചിട്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ മാറ്റം പോലീസിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വ്യത്യാസം അനിൽ നമ്പ്യാർക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തെന്നറിയാം, ഈ സുഗതൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നാൽ, സുഗതൻ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങൾ കാലഘട്ടത്തിലെ എല്ലാ സുഗതൻ്റെ പേരുള്ള കേസുകൾ ഉണ്ടായിട്ടുള്ളത് 6-7 കേസുകൾ കഴിഞ്ഞപ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേസുകൾ എങ്ങനെയുള്ള കേസുകളാണ്. 1 വധശ്രമം, 2 സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിച്ചു, അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഇപ്പോൾ MLAക്കെതിരായിട്ട് MLA തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കേസുകളാണ്. അപ്പോൾ ഈ കേസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോൺ ആയിട്ടുള്ള റൗഡീസ്, അതാണ് ആ വാക്ക്. അപ്പോൾ കാപ്പയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചുമത്തുന്നത് നോൺ, അത് അറ്റംപ്റ്റ് ടു മർഡർ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ജില്ലാ കളക്ടർക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് കൊടുക്കുമ്പോൾ മജിസ്ട്രേറ്റാണ് ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും അങ്ങനെയുള്ള സ്ഥിരം കുറ്റവാളികൾ പൊതുസമൂഹത്തിന് വലിയ പ്രശ്നമാണെന്നും. ഇപ്പം ആകാശ് തില്ലങ്കേരി, അപ്പോൾ ഈ ആകാശ് തില്ലങ്കേരിയും ഓം പ്രകാശും ഒക്കെ തന്നെ സ്ഥിരം കുറ്റവാളികളായിരുന്നു. അവരൊന്നും രാഷ്ട്രീയക്കാരല്ല. പക്ഷേ ഇവിടെ ഈ ആർ സുഗതൻ എന്ന് പറയുന്ന ആൾ BJPയുടെ കൗൺസിലറായി എന്നതൊഴിച്ചാൽ അദ്ദേഹവും ഈ പറയുന്ന 2 പേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. അദ്ദേഹം പൊതുരംഗത്തിലൂടെ ജനപ്രതിനിധിയായി അതാണ് ഞാൻ പറഞ്ഞത്, കേരള പോലീസ് ഇത്ര ആർജവം കാണിക്കില്ല. കാരണം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ഉദ്യോഗസ്ഥൻ CPMന്റെ അടിമയായിട്ട് പ്രവർത്തിക്കുന്ന അടിമയാണ്. കാരണം വെച്ചാൽ സ്ഥലത്തെ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രശ്നം അന്ന് എങ്ങനെയാണ് കേരള പോലീസ് അഴിഞ്ഞാടിയത്? അന്ന് നിങ്ങൾ അധികാരത്തിലൊന്നും വന്നിരുന്നില്ല. എങ്ങനെയാ ഈ ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്തത് ആ പ്രശ്നം? CPMകാർ എന്ത് പറയുന്നു അതുപോലെയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് CPMന്റെ അടിമ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഇന്ന് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി, ഒറ്റ മിനിറ്റ്, ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ വിപിൻ അദ്ദേഹം അവധിയിലായിരുന്നു. ഒരു മുൻ MLA, തിരുവനന്തപുരത്തെ ഒരു മുൻ MLA കമ്മീഷണറെ പോയി കണ്ട് ഈ വിപിനെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. വിപിനാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫറിൽ വന്നതാണ്. അദ്ദേഹം പത്തനംതിട്ടയിലാണ് സേവനം അനുഷ്ഠിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ വട്ടിയൂർക്കാവ് പോലുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി CPMന് പലരോടുള്ള വ്യക്തിവിരോധം, രാഷ്ട്രീയ വിരോധം അതൊക്കെ തീർക്കാൻ പറ്റിയൊരു ഉദ്യോഗസ്ഥൻ, അവർ പറയുന്നതനുസരിച്ച് അടിമപ്പണി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അഴിഞ്ഞാടി. അത് നമ്മൾ അന്ന് കണ്ടതാണ് ക്ഷേത്രോത്സവവുമായിട്ട് ബന്ധപ്പെട്ട്. അന്നും ഇതേപോലുള്ള ഒരു അന്തരീക്ഷം. അന്ന് പക്ഷേ വെടി ഉതിർത്തൊന്നുമില്ല കേട്ടോ, തോക്കൊന്നും എടുത്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ നാളിൽ തന്നെ ഇങ്ങനെ കേരള പോലീസ് തോക്കെടുത്തല്ലോ. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ നോക്കൂ, ഇതിലെല്ലാം ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അറസ്റ്റ് എന്ന് BJP മേയർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഡോക്ടർ ഹരി